ഞാന് എല്ലാ പ്രസംഗത്തിലും പറഞ്ഞു മുക്തി മാർഗം തന്നെ ബുക്കുണ്ട്, അതിൽ അള്ളാഹിനെ പറ്റി ഒരു തോയാസ് എഴുതിയിട്ടുണ്ട്. അതിന് ഇമ്പരവ് വന്നിട്ട് മൗലവി മറുപടി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ. അതിന് മറുപടി പറയുന്നില്ല മൗലവി. ആ പുസ്തകത്തിൽ ഇല്ലാന്നില്ല, പേരോണ്ട് സാഹിത്യം മനസ്സിലാവില്ല, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. ഒന്ന് പറയത്തോ, അതൊന്ന് വായിച്ചിട്ട് ഫുള്ളായിട്ട് വായിച്ചിട്ടൊന്ന് പറയത്തോ. എന്താ പറയാത്തത്? മൗലവി മിണ്ടുന്നില്ല. ഇനി നാദാപുരത്ത് അദ്ദേഹം വന്നിട്ട് സർവ ആലിമീങ്ങളെയും നിസ്സാരപ്പെടുത്തി. എന്നിട്ട് യാസീനോദിയിട്ട് പൈസ വാങ്ങുന്നു. ഏട്ട് യാസീനോത്ത് വേണം, നമ്മളെ പോക്കറ്റേക്ക് പൈസ എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂപ്പര് അഭിനയിച്ച് കാണിച്ചു, കീശയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഞാൻ പറഞ്ഞു അത് മൗലവിയുടെ സ്വന്തം പിതാവിനെ തന്നെയാണ് ആ പറഞ്ഞത്. അദ്ദേഹം യാസീനോദുകയും പണം വാങ്ങുകയും ഒക്കെ ചെയ്ത ആളായിരുന്നു. സ്വന്തം ബാപ്പയെ തന്നെയാണ് പറഞ്ഞത് എന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. മൗലവിമാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം. അപ്പോ എന്താണ്, കച്ചവടക്കാർ പാടില്ലേ, മറ്റൊരു പാടില്ലേ, മറ്റൊരു പാടില്ലേ, പിന്നെന്താ വേണ്ടേ? അസീനത്ത് വേണേ നമ്മളെ പോക്കറ്റിക്ക്, മറ്റേത് വേണേ നമ്മളെ പോക്കറ്റ്. മുസ്ലിയാക്കന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം, കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ അനാചാരം. അപ്പൊ കണ്ടോ, സ്വന്തം ബാപ്പരെ പറഞ്ഞാണ്. യാസീനോദിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങിയിട്ട് ഇയാളെ പോറ്റി വളർത്തിയിട്ട് ചെയ്ത നന്ദിയാണ്. സ്വന്തം ബാപ്പനെ സുബ്ഹാനല്ലാഹ് യാസീനോദിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങുന്നവരാണ് മുസ്ലിംമാര്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ഒരു മനുഷ്യൻ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ഹാലൊക്കെ കളവി. അദ്ദേഹം അത് ഞാൻ പൊതുവെ പറഞ്ഞതാണ്, അത് ബാപ്പനെ മാത്രമല്ല ഉപ്പാപ്പനെയും കൂടിയാണ്. അതുപോലെ എല്ലാ ജനങ്ങളെയും ആണ്, വെറും ബാപ്പനെ മാത്രമല്ല എല്ലാ പണ്ഡിതന്മാരെയുമാണ് എന്ന നിലക്ക് അദ്ദേഹം പൊതുവെ പറഞ്ഞതാണ്. നാളെ നേരെ മറുപടി പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടതാണ്. എന്നാൽ അദ്ദേഹം യാസീനോദി കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഭയങ്കര പ്രസംഗം നടത്തി, പരിഹസിച്ചുകൊണ്ട് പ്രസംഗം നടത്തി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, ഈ മൗലവിയും ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങുന്ന ആളാണ്. ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങാമെന്നതിന്റെ തെളിവുകളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, മൗലവി ഭയങ്കര ജോറായിട്ടാ ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി കൂലി വാങ്ങിയിട്ടുണ്ടോ, സഹാബികൾ കൂലി വാങ്ങിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഈ മൗലവി 12 കൊല്ലമായി ഷാർജയില് തക്ബീർ ചൊല്ലി, ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, നിസ്കരിച്ചിട്ടും ഖുതുബ ഓതിയിട്ടും ശമ്പളം വാങ്ങുന്ന ആളാണ്. നിസ്കാരത്തിലൊക്കെ ഉണ്ടാകുക, ഖുർആൻ ഓതല്, ദിക്ർ ചൊല്ലല്, തസ്ബീഹ് ചൊല്ലല്, ഖുതുബ, അതിലൊക്കെ ഉള്ള ഇതിനാണ്. ഇതൊക്കെ ചെയ്തിട്ട് 12 കൊല്ലായി ഷാർജയിൽ കൂലി വാങ്ങുന്ന ആളാണ്, വാടകയ്ക്ക് നിസ്കരിക്കുന്ന ആളാണ് എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ക്ലിപ്പ് തന്നെ വെച്ചങ്ങ് കേൾപ്പിച്ചു കൊടുത്തപ്പോ, ഈ പ്രാവശ്യം വന്നപ്പോ മൗലവിയുടെ നാവ് ആ വകുപ്പിൽ പൊങ്ങിയിട്ടില്ല. അതാണ് ഞാൻ നാദാപുരത്ത് വെച്ച് കേൾപ്പിച്ചതാണ്. കേൾപ്പിക്കാൻ പോകുന്നത് കേട്ടോളൂ. മൗലവി കുടുങ്ങിയ രംഗം ശ്രദ്ധിച്ചോളൂ. കൂലി വാങ്ങിയോ നമുക്ക് ചോദ്യം, അതൊന്നും ആദ്യം ചോദിക്കട്ടെ. കൂലി വാങ്ങുന്ന ഞാൻ കാണിച്ചു തരാം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്വഹാബത്ത് അങ്ങനെ ഓതി കൂലി വാങ്ങിയോ? അതല്ലേ നിങ്ങൾ കാണേണ്ടത്. അങ്ങനെ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഖബറിങ്ങ ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഇതല്ലേ ചോദിച്ചത്. ഖബറിങ്ങ ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഇതല്ലേ ചോദിച്ചത്. എന്നാ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന അറിയോ? 12 കൊല്ലമായി ഷാർജയിലെ പള്ളിയിൽ ഖുതുബയും നിസ്കാരവും നടത്തിയിട്ട് കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ മൗലവി. എന്നാ ഞാൻ ചോദിക്കുക, ഈ 12 കൊല്ലം ഖുതുബയും നിസ്കാരം നടത്തിയിട്ട് ഈ സലഫി ശമ്പളം വാങ്ങിയില്ലേ? അള്ളാന്റെ റസൂല് കൂലി വാങ്ങിയോ? സഹാബത്ത് കൂലി വാങ്ങിയോ? അതാ ചോദിക്കാനുള്ളത്. പറയട്ടെ. 12 വർഷമായി ഷാർജയിലെ ഖാലിദ് സുൽത്താൻ എന്ന മസ്ജിദിൽ ഉമ്മറിന്റെ മുകളിൽ നിന്ന് തങ്ങി അടുത്ത ആൾക്കാരെ ഇവർ താഴ്ത്തുന്നതിലേക്ക് 4 വർത്താനം പറയുണ്ടാവും മലയാളത്തിൽ. അല്ല, എനിക്ക് വന്നു നോക്കി 12 കൊല്ലമായി എല്ലാവരുടെ തൗഫീഖോടുകൂടി ഷാർജയിലെ ഖാലിദ് സുൽത്താൻ എന്ന മസ്ജിദിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഈ ഉള്ളവൻ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇയാൾ അവിടെ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നു, ജോലിയെടുത്ത് ശമ്പളം വാങ്ങുന്നു. അങ്ങനെ ഇബാദത്തെടുത്ത് കൂലി വാങ്ങുന്ന, വാടകക്ക് ഇബാദത്തെടുക്കുന്ന മൗലവി, മാസത്തിൽ ശമ്പളം വാങ്ങുന്ന മൗലവി. ഇത് പറയുമ്പോ മുസ്ലിംമാർക്ക് ആർക്കും വിഷമില്ല. കാരണം ഞങ്ങൾ ഓതിയിട്ടും കൂലി വാങ്ങാന്ന് പറയുന്നവരാണ്. ഇവർക്ക് ഓതിയിട്ട് കൂലി വാങ്ങിക്കൂടാന്നാണ്. മൗലവി ജുമാ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതാറില്ലേ? അതിന്റെ കൂലിയല്ലേ മാസത്തിൽ വാങ്ങുന്നത്?
ഫാത്തിഹ ഖുർആനല്ലേ, സബ്ബിഹിസ്മ ഖുർആനല്ലേ, യാസീൻ ഖുർആനല്ലേ, അത് നിസ്കാരത്തിൽ ഓതിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്. നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചൊല്ലിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്. സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് ദിക്ർ ചൊല്ലിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്. ഈ പള്ളിയിൽ നിന്ന് ജോലിയെടുത്ത് കൂലി വാങ്ങുന്ന നിങ്ങൾ എങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് കൂലി വാങ്ങിക്കൂടാ? അതുപോലെ ഖുർആൻ ഒരു കൂലി വാങ്ങിക്കൂടാ എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളോട് ചോദിക്കുന്നു, നബിയു സാഹിബിന് ശമ്പളത്തിന് ഇമാമത്ത് നിന്നിട്ടുണ്ടോ? ശമ്പളത്തിന് ഖുതുബ ഓതിയിട്ടുണ്ടോ? ശമ്പളത്തിന് ബാങ്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അത് ഹലാല്, അതേ നുറുക്ക് ഹലാല്, നുറുക്ക് ഹറാമ്, ചാറ് ഹലാല്. എന്തേ മൗലവിമാരെ ഇതിന്റെ മറുപടി പറയണം നിങ്ങൾ. ഇതിന്റെ മറുപടി പറയണം എന്ന് ഞാൻ പറഞ്ഞിട്ട് മൗലവി 2 ദിവസം വന്ന് പാട്ടുപാടുമല്ലാതെ മറുപടി പറഞ്ഞോ? അതിന് മറുപടി പറഞ്ഞ അഡ്രസ് ഉണ്ടാവില്ല, മൗലവിക്ക് ജോലി ഉണ്ടാവില്ല. അപ്പോ മൗലവി മറുപടി പറഞ്ഞില്ല. ഇനി മൗലവി തന്നെ പറയുന്നുണ്ട്, ഒരു സംഗതി നമ്മൾ എടുത്തിട്ടിട്ട് ജയം ഇല്ല എന്ന് തോന്നിയാൽ ഉൾവലിയലാണ്. ഒരു സംഗതി എടുത്തിട്ടിട്ട് ജയിക്കൂലെന്ന് തോന്നിയാൽ ഉൾവലിയലാണ്. ഒപ്പം ഈ വിഷയത്തിൽ ഉൾവലിഞ്ഞതാ. അതെന്ന് വെച്ചോട്ടാ, ജയമില്ലെങ്കിൽ ഇല്ലാന്ന് കണ്ടപ്പോ പതുക്കെ ഉൾവലിയാലോ എന്ന്. ആരാ ഈ വിഷയം ഇവിടെ തുടങ്ങിയിട്ടത്? തുടങ്ങിയിട്ട കക്ഷിക്ക് ജയല്ലാന്ന് കണ്ടപ്പോ പതുക്കെ ഉൾവലിയാണ്. അതെ, ആരായിരുന്നു ഈ വിഷയം തുടങ്ങിയിട്ടത്? യാസീൻ ഒന്നിന് പൈസ വാങ്ങാൻ വായിക്കൂടെ? തുടങ്ങിയിട്ട് മൗലവി. എന്നിട്ടോ ജയല്ലാന്ന് തോന്നിയപ്പോ പതുക്കെ ഉൾവലിയാണ്. അങ്ങനെ വലിയാൻ വിടൂല. അങ്ങനെ മൗലവി അങ്ങനെ വലിയാൻ വിടൂല. വന്നിട്ട് പറയണം, ശമ്പളം പറ്റാറുണ്ടോ, പറ്റുന്നത് പാടുണ്ടോ, അത് ഖുർആൻ ഓതിയിട്ടല്ലേ. സമുദായത്തോട് മറുപടി പറയണം മൗലവി. കുഴപ്പമുണ്ട്, വെറുതെ നാട്ടിൽ ഫിത്ന ഉണ്ടാക്കിയാ പോരാ.